എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിൽക്കുന്നത് എലിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടും സവിശേഷമായ ഒരു വാർഡാണ് എലിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ നിരവധി തവണ കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ ഗ്രാമഫോൺ മീഡിയയിൽ കൂടി എലിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ മാജി മെമ്പറെ കുറിച്ച്. ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതിയിലുള്ള വീടുകൾ കിട്ടിയിരിക്കുന്ന വാർഡുകൾ, അതുപോലെ മറ്റുള്ള സംഘടനകളെ കൊണ്ട് തന്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുപ്പിച്ചിരിക്കുന്ന ഒരു മെമ്പർ, കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളിൽ, പഞ്ചായത്തിന് കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളിൽ സ്വന്തം വാഹനത്തിൽ സ്വന്തം ചെലവില് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു മെമ്പർ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത നിരവധി സേവന പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വ്യത്യസ്തരായ ഒരു മെമ്പറാണ് നമുക്ക് മാജി മെമ്പർ എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടവർക്ക് കുത്തണം എന്ന്, എന്നാൽ എലിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ ജനങ്ങൾ കുത്തിയത് അർഹയായ ആൾക്കാണ് കുത്തിയത് എന്നുള്ളത് തെളിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഏകദേശം 17.25 ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചില വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് മാജി മെമ്പറോട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാം. മാജി മെമ്പറെ, എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്? വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഈ പ്രവർത്തനം ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ തോമസ് ചാഴികാടിന്റെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ശ്രമഫലമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫണ്ട് പല പ്രാവശ്യം നമ്മൾ ജനങ്ങളുടെ ബ്ലോക്ക് മെമ്പർമാരോട് 2 പേരോടും ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാവരുടെയും കൂടെ ശ്രമഫലമായി നമുക്ക് ഇന്നിവിടെ ഈ പദ്ധതിയുടെ യാഥാർത്ഥ്യം തുടങ്ങിയിരിക്കുകയാണ്. അതൊരു സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം ഈ പ്രദേശങ്ങളിലേക്കുള്ള ഒരു വഴിയും കൂടിയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ പണിയിലേക്ക് കടന്നു വന്നിരിക്കുന്നതും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതും അവർക്ക് ഏറെ സന്തോഷമാണ്. അതുപോലെ നിരവധി കടമ്പകൾ കടന്നാണ് ഈ ഒരു പ്രോജക്റ്റ് മെമ്പർക്ക് വാർഡിൽ കൊണ്ടുവരാൻ എന്നറിയാൻ കഴിഞ്ഞു. കാരണം തന്റെ വാർഡിൽ നിന്നും ഈ പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്റെ വാർഡിലെ ജനങ്ങൾക്ക് തന്റെ വാർഡിലുള്ള ഏറ്റവും വലിയ കൃഷിസ്ഥലത്തേക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിച്ചു. മെമ്പറെ, എന്തായിരുന്നു അതിനുള്ള സാഹചര്യങ്ങളെന്ന്? അത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് പരാതി മുകളിലേക്ക് അയക്കുകയും അതുമൂലം നമ്മുടെ പദ്ധതി 22 ലക്ഷം എന്നുള്ളത് അതിൽ നിന്നും കുറഞ്ഞു പോയി. എങ്കിലും 17,45,000 നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പർമാരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പല പ്രാവശ്യം MVIPയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് മാത്രം. എങ്കിലും നമ്മളെല്ലാവരും ജനങ്ങളും ഞങ്ങളോടൊപ്പം നിന്നിരുന്നതിന്റെ ഫലമായി ഞങ്ങൾക്കത് അത് കിട്ടുക തന്നെ ചെയ്തു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ആണ് പറയാനുള്ളത്. എന്തായാലും മാജി മെമ്പർക്ക് വരും കാലങ്ങളിൽ തങ്ങളെ ജനവിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിലവിൽ ഇതുവരെ പൂർണ്ണമായ ഉത്തരവാദിത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും അവർക്ക് വേണ്ടിയിട്ട് തന്റെ കഴിവുകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ജനത, അതുപോലെ തന്നെ കീരശ്ശേരി ഭാഗത്ത് ഒരു മഴ പെയ്യുമ്പോൾ നമ്മുടെ ഈ ജനതാ ഭാഗത്ത് വെള്ളം കയറുകയും ജനങ്ങൾക്കും അതുപോലെ തന്നെ വണ്ടി വാഹനങ്ങൾക്കും കടന്നു പോകാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തില് ഇവിടെ കീരശ്ശേരി ഭാഗത്തുള്ള നാട്ടുകാരുടെ ആവശ്യപ്രകാരം പല സമയത്തും ഈ തോടില് വെള്ളം നിറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും വീടുകളിൽ നമ്മുടെ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും ചെയ്യുന്ന ഭാഗത്ത് അവരുടെ ആവശ്യപ്രകാരം ഈ തോടിന്റെ സൈഡ് കെട്ടി സംരക്ഷിക്കണമെന്ന് നിരവധിയായ പ്രാവശ്യം ഞങ്ങൾ ബ്ലോക്ക് മെമ്പർമാരോടും അതുപോലെ തന്നെ 10-ാം വാർഡ് മെമ്പറോടും ആവശ്യപ്പെട്ടത് കാരണം നമ്മൾ MVIPയിലും അതുപോലെ പല ഡിപ്പാർട്ട്മെന്റും പല പ്രാവശ്യങ്ങളായി കയറിയിറങ്ങി. അങ്ങനെ കയറിയിറങ്ങിയതിന്റെ ഭാഗമായി നമുക്ക് MVIPയുടെ ഫണ്ടായ നമ്മുടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ MP തോമസ് ചാഴികാടിന്റെയും ഒക്കെ ശ്രമഫലമായി നമുക്ക് MVIPയിൽ നിന്ന് 17,45,000 രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10-ാം വാർഡിൽ എലിഞ്ഞി ജനതാ ഭാഗത്ത് നിന്ന് നമുക്ക് താഴത്തെ പാടത്തേക്ക് വെള്ളം ഒഴുകുന്ന ഒരു തോടുണ്ട്. വർഷങ്ങളായിട്ട്, അതായത് ഒരു 8-10 വർഷം മുമ്പ് തൊട്ടെങ്കിലും ഇതിന്റെ സൈഡ് കിട്ടുന്നതിനെ കുറിച്ചുള്ള പല ചർച്ചകളും കാര്യങ്ങളൊക്കെ അത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു മട്ടിലുള്ള ലാസ്റ്റ് തീരുമാനത്തിലായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയൊക്കെ ഇരുന്നിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്.
പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ശരിക്ക് നമ്മുടെ ബ്ലോക്ക് മെമ്പർ LC ടോമി, അതുപോലെ തന്നെ 10-ാം വാർഡിനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നമ്മുടെ മാജി സന്തോഷ് മെമ്പർ, അവരുടെ എല്ലാം ഒരു ശ്രമഫലമായിട്ട് അതിന് ഒരു തീരുമാനം ഉണ്ടാകുകയും ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് അത് തീരുമാനമായിട്ടുണ്ട്, ഉടനെ നടപ്പാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ ജനങ്ങളെ കുറിച്ചൊക്കെ വിളിച്ച് പറയുകയും അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ തോട് കെട്ടിപ്പോകുന്നതോടുകൂടി ഉള്ള ഇവിടുത്തെ വെള്ളം ഒഴുക്കിൻ്റെ കാര്യങ്ങളിലെല്ലാം ഒരു സുഗമമായ ഒരു പ്രവർത്തനം നടക്കും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു വഴിയും താഴത്തെ പാടത്തേക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും അല്ലാതെയുള്ള കുറച്ച് വീടുകളിലേക്കുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെ നമുക്ക് യാഥാർത്ഥ്യമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മാജി മെമ്പർക്കും LC ടോമിക്കും എല്ലാം ഹാർദവമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.